പാരീസ് നഗരത്തോടൊപ്പം ലോകവും ഒളിമ്പിക്സ് ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. സെൻ നദിക്കരയിൽ ഒളിമ്പിക് ദീപം തെളിയുന്നതോടെ വിജയകിരീടം ചൂടാൻ 206 രാജ്യങ്ങളും കച്ചകിട്ടും. ഒപ്പം ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും വലിയ മെഡൽ കൊയ്ത്തിനായി ഇന്ത്യയും ട്രാക്കിലും ഫീൽഡിലുമായി ഇറങ്ങും. 16 ഇനങ്ങളിലായി 117 പേരടങ്ങുന്ന സംഘത്തെയാണ് ഇന്ത്യ പാരീസിലേക്ക് അയച്ചിരിക്കുന്നത്. അത്ലറ്റിക്സിലാണ് ഏറ്റവും വലിയ സംഘം, 29 പേർ. ഷൂട്ടിങ്ങിൽ 21, ടേബിൾ ടെന്നീസിൽ 8, ബാഡ്മിൻ്റണിൽ 7, ഗുസ്തി, അമ്പെയ്ത്ത്, ബോക്സിംഗ് എന്നിവയിൽ 6 പേർ വീതവും അണിനിരക്കുന്നു. ഈ ഇനങ്ങളോടൊപ്പം ഗോൾഫിൽ 4, ടെന്നീസിൽ 3, നീന്തലിലും സെയിലിങ്ങിലും 2 പേർ വീതവും മാറ്റുരയ്ക്കുന്നു. അശ്വാഭ്യാസം, ജൂഡോ, തുഴച്ചിൽ, ഭാരോദ്വഹനം എന്നീ ഇനങ്ങളിലും ഓരോ താരങ്ങളുണ്ട്. ഒപ്പം പുരുഷ ഹോക്കി ടീമിൽ 19 പേരും. ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടർ ഗഗൻ നാരംഗാണ് ഇത്തവണത്തെ ഇന്ത്യൻ ടീമിൻ്റെ സംഘത്തലവൻ. ഗെയിംസിൻ്റെ കഴിഞ്ഞ പതിപ്പിൽ 122 പേരായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ടോക്കിയോയിലെത്തിയത്. ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ഇന്ത്യ കഴിഞ്ഞ തവണ കാഴ്ചവെക്കുകയും ചെയ്തു. 1 സ്വർണവും 2 വെള്ളിയും 4 വെങ്കലവുമായി 48ാം സ്ഥാനമായിരുന്നു രാജ്യം നേടിയത്. അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. ജാവലിൻ ത്രോയിൽ സ്വർണം നിലനിർത്തുക എളുപ്പമല്ലെങ്കിലും ഇത്തവണയും നീരജ് ചോപ്രയിലുള്ള ഇന്ത്യയുടെ പ്രതീക്ഷ വാനോളമാണ്. പുരുഷ ഹോക്കിയിലും ഇന്ത്യ മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ വെങ്കല മെഡൽ ഇത്തവണത്തെ സ്വർണ്ണമായി ഉയർത്തി ഒരു കാലത്തെ ഹോക്കിയിലെ ഇന്ത്യയുടെ അപ്രമാദിത്വം തിരിച്ചുപിടിക്കുന്നതായിരിക്കും ടീമിന്റെ ലക്ഷ്യം. ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസിൽ 2016 വെള്ളിയും 2020 വെങ്കലവും സ്വന്തമാക്കിയ പി വി സിന്ധു ഇക്കുറിയും റാക്കറ്റുമായി കോർട്ടിലേക്ക് എത്തും. ലണ്ടനിലും ടോക്കിയോയിലും നഷ്ടപ്പെട്ട സ്വർണം സിന്ധു പാരീസിൽ നേടിയാൽ അത് ചരിത്രമായിരിക്കും. പുരുഷ സിംഗിൾസിൽ മത്സരിക്കുന്ന HS പ്രണോയ്, ലക്ഷ്യ സെൻ എന്നിവർക്ക് നിലവിലെ സീസണിൽ ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ മെഡൽ സാധ്യതാ പട്ടികയിൽ നിന്ന് ഇരുവരെയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഡബിൾസിൽ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി സഖ്യവും മെഡൽ നേടാൻ സാധ്യതയുള്ളവരാണ്. റിംഗിലേക്ക് വന്നാൽ ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിഖത് സരീൻ, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരിലാണ്. 2 തവണ ലോക ചാമ്പ്യനായ നിഖത് സരീൻ തൻ്റെ കന്നി ഒളിമ്പിക്സിനാണ് ഇത്തവണ പാരീസിലെത്തുന്നത്. ലവ്ലിന ബോർഗോഹെയ്ൻ ടോക്കിയോയിലെ വെങ്കല മെഡൽ ജേത്രിയുമാണ്. ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തിലൊന്നിൻ്റെ നേതൃത്വത്തിൽ നിന്നുമാണ് വിനേഷ് പാരീസിലെത്തുന്നത്. കഴിഞ്ഞ തവണ വനിതകളുടെ ഭാരോദ്വഹനത്തിൽ വെള്ളി ഉയർത്തിയ മീരാബായ് ചാനുവും മെഡൽ പ്രതീക്ഷയിൽ ഉൾപ്പെടുന്നു. ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടുകയും പുതിയ ലോക റെക്കോർഡ് കുറിക്കുകയും ചെയ്ത സിഫ്ത് കൗർ സമറ എന്ന 22-കാരിയിലാണ് ഷൂട്ടിങ്ങിലെ ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. ഹരിയാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇത്തവണ ഇന്ത്യക്ക് വേണ്ടി പാരീസിലെത്തുന്നത്, 24 പേർ. കേരളത്തിൽ നിന്ന് 7 പേരും 2024 ഒളിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നു. ഒളിമ്പിക്സോടെ കളി അവസാനിപ്പിക്കുന്ന ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ PR ശ്രീജേഷ്, ബാഡ്മിൻ്റണിൽ HS പ്രണോയ്, റിലേ ടീമിൽ Y മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോദ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ, ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ എന്നിവരാണ് 7 പേർ. ലോങ് ജമ്പിൽ യോഗ്യത നേടിയിരുന്നെങ്കിലും പരിക്ക് മൂലം ഗെയിംസിൽ നിന്ന് പിന്മാറിയ മലയാളി താരമായ M ശ്രീശങ്കർ മെഡൽ പ്രതീക്ഷയിൽ മുന്നിലുള്ളവരിൽ ഒരാളായിരുന്നു. ഒളിമ്പിക്സിൻ്റെ 32 പതിപ്പിലുമായി ഇന്ത്യക്ക് നേടാനായത് ആകെ 35 മെഡലുകളാണ്. അമേരിക്ക കഴിഞ്ഞ ഒളിമ്പിക്സിൽ മാത്രം 39 സ്വർണം നേടിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ടോക്കിയോയിൽ നേടിയ മെഡൽ നേട്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇത്തവണ ഗെയിംസിനിറങ്ങുന്നത്.